ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ടാസ് തിരൂർ നാടകവും കൈത്താങ്ങും ഗാനമേളയും സംഘടിപ്പിച്ചു. ടാസ് ആർട്സ് സൊസൈറ്റി കലാസ്വാദകരുടെ ജനകീയ സദസ്സ് പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി നാടകവും കൈത്താങ്ങും ഗാനമേളയും മെയ് 31 ശനി തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടത്തി. തിരൂർ ആർട്സ് സൊസൈറ്റി പ്രതിമാസ പരിപാടി സിനിമ നാടക നടൻ മീനരാജ് ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകൻ സുന്ദരൻ ചിറമംഗലത്തെ ഗായകൻ ഫിറോസ് ബാബു കൈത്താങ് നൽകി ആദരിച്ചു. നമ്മനോങ്ങാട് തിയേറ്റർ വില്ലേജ് നാടക കലാകാരന്മാരായ മീനരാജ്, സംവിധായകൻ പ്രദീപ് നാരായണൻ, പി.ടി. രാജൻ പുഷ്പാഞ്ജലി, സിനിമ സീരിയൽ താരം രചനി മുരളി എന്നിവരെ ഭാരവാഹികൾ പൊന്നാട ചാർത്തി ആദരിച്ചു. പ്രസിഡന്റ് സേൽറ്റി തിരൂർ, സെക്രട്ടറി വി സത്യാനന്ദൻ, ഖജാൻജി കെ ജയരാജ്, വേണുഗോപാൽ കൊൽക്കത്ത, കേപുരം സദാനന്ദൻ, അഡ്വക്കേറ്റ് സെബീന, രമേശ് ചങ്ങനാശ്ശേരി, സി.കെ. കുമാരൻ, സൂരജ് ദാസുര, കെ.പി. കൃഷ്ണകുമാർ, ഈശ്വർ തിരൂർ, അനിൽ കോവിലകം, സക്കീർ ഹുസൈൻ മംഗലം, പി.ടി. ബദറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഗീത പരിപാടിക്ക് ശശി സംസ്കാര, രാജീവ്, ജാഫർ കണ്ണന്തളി, നരൻ ചെമ്പൈ, മുഹമ്മദ് ഹനീഫ, റീന തൃക്കണ്ടിയൂർ, റോബിൻ ജയരാജ്, ബദീർ, തസ്നീം ബീരാഞ്ചില തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞമ്മനോങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകവും അരങ്ങേറി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് ഈ മിനിഞ്ഞാത്തെ ന്യൂസിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും പഴയകാല സിനിമകളൊക്കെ നാടകങ്ങളായി തീരാൻ പോവുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നാടകങ്ങൾ സിനിമകളാകുമ്പോഴും ഇപ്പൊ സിനിമകൾ നാടകങ്ങളാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ലോകത്തിലെ മാറ്റങ്ങൾക്കൊക്കെ ഒരു നിദാനം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ മാറ്റങ്ങൾ ഒക്കെ തന്നെ നാടകത്തിലൂടെ സംഭവിച്ചിട്ടുള്ളതാണ്. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഈ നാടക പ്രസ്ഥാനങ്ങൾ എക്കാലത്തും ലോകമെന്നിടത്തോളം കാലം സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഞങ്ങളിവിടെ രൂപീകൃതമായിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏകദേശം 28 മാസം പിന്നിടുമ്പോൾ തിരൂരിൻ്റെ, മലപ്പുറം ജില്ലയുടെ, കേരളത്തിൽ തിരൂർ ആർട്സ് സൊസൈറ്റി എന്ന മൂന്നക്ഷരത്തിൽ കേൾക്കുന്ന ടാസ് തിരൂരിനെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയൊരു ഇടം കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളത്, ഈ ടാസ് തുടങ്ങിയിട്ട് 10 കൊല്ലമായി. ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും ജീവൻ നൽകിയിട്ടുള്ളത് ഈ ഇരിക്കുന്ന
നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഞങ്ങളെ സർവ പിന്തുണയും ഈ പരിപാടിക്ക് ഉണ്ടാകണം. ഈ സംഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടുകാരാണ് ഇതിന് ജീവൻ നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മലബാറിലെ ഏറ്റവും പഴയ സാംസ്കാരിക സംഘടനകളുടെ കേന്ദ്രമായിരുന്നു തിരൂർ. ഇന്ന് ഈ മണ്ണ് വീണ്ടും ധന്യമാവുകയാണ്. നാടകരംഗത്ത് തൻ്റെ ജീവിതം സമർപ്പിച്ച 5 ദശാബ്ദത്തിലേറെയായി നാടകത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിൻ്റെ തന്നെ നാടകം 500-ലധികം വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നു. കേരളത്തിൽ അങ്ങോളം നമുക്ക് ഊഹിക്കാം. അദ്ദേഹത്തിൻ്റെ ഈ കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ കേരള സംഗീത നാടക അക്കാദമി അദ്ദേഹത്തിന് ഗുരുപൂജ എന്ന വിശിഷ്ടമായ ആദരവിന് അർഹനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഗോവിന്ദൻകുട്ടി, മുത്തയ്യ, അങ്ങനെയുള്ള കൊച്ചിയിൽ അറിയപ്പെടുന്ന നാടകക്കാരന് സ്ഥിരമായി വരുന്നത് കൊണ്ട് അവരെല്ലാവരും വീട്ടിൽ റിഹേഴ്സൽ ചെയ്യാൻ വരുന്നു. അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അമ്മ കേൾക്കാറുണ്ട്. അവർ എന്നും സംസാരിച്ചിരുന്നത് നല്ല കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ തീരുമാനിച്ചു. അപ്പോൾ അമ്മയിട്ട പേരാണ് നീനാരാജ. കേട്ടോ, അമ്മയിട്ട പേര് നീനരാജ. ഈ നീനരാജ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. മീനമാസത്തിലാണ് എൻ്റെ ജനനം. അപ്പോൾ മീനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏപ്രിലൊക്കെ വരുന്ന മാസമാണ്, ചൂടുള്ള മാസം, പ്രക്ഷുബ്ധമായ മാസമാണ്. എൻ്റെ മകൻ മീനത്തിൻ്റെ രാജനായിരിക്കണം ആർത്തത്തിലാണ് ഇട്ട്. പക്ഷെ എന്ത് ചെയ്യാം, സ്കൂളിലും നാട്ടിലും കൂട്ടുകാരുമൊക്കെ വിളിച്ച് മീനാരാജായി. പക്ഷെ ഈ പഴയ 10ാം ക്ലാസ്സുകാരായതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്നാണ് ഞാൻ വായനാശീലമുണ്ടായത്. വായിക്കണം, അറിവ് നേടണം, മനസ്സിലായി. അപ്പം നന്നായി പുസ്തകം വായിക്കണമെന്നും പുസ്തകം വായിച്ചാൽ മാത്രം പോലുണ്ട്. ഞാൻ പുസ്തകം വായിച്ചിട്ട് തെളിവ് കൊടുക്കാൻ വായിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് 10 വാചകം എഴുതി കൊടുക്കണമായിരുന്നു. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.